റബ്ബർ കാർഷിക മേഖലയുടെ സംരക്ഷണത്തിന് വേണ്ടി കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ലോങ് മാർച്ച് സംഘടിപ്പിച്ചു. കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് MLA നേതൃത്വത്തിലായിരുന്നു കടുത്തുരുത്തിയിൽ നിന്നും കോട്ടയത്തേക്ക് ലോങ് മാർച്ച് നടത്തിയത്. സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. റബ്ബർ കർഷകരെ ദ്രോഹിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നടപടിക്കെതിരെയുള്ള കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിഷേധങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് ലോങ് മാർച്ച് സംഘടിപ്പിച്ചത്. കടുത്തുരുത്തിയിൽ നിന്ന് മോൻസ് ജോസഫ് MLA നേതൃത്വത്തിലായിരുന്നു ലോങ് മാർച്ച്. കോട്ടയം തിരുനക്കര മൈതാനിയിൽ അവസാനിച്ച മാർച്ചിന്റെ സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. റബ്ബർ കർഷകരെ വഞ്ചിക്കുന്ന സമീപനമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കുന്നതെന്ന് VD സതീശൻ കുറ്റപ്പെടുത്തി. എന്തൊരു ക്രൂരതയാണ് ഗവൺമെന്റ് കാണിക്കുന്നത്. 600 കോടി രൂപ ഈ വർഷത്തെ റബ്ബർ വിലസ്ഥിരത ഫണ്ടിൽ നീക്കി വെച്ചിട്ട് 32,000 പേര് അപേക്ഷ കൊടുത്തപ്പോൾ അവരുടെ കംപ്ലീറ്റ് വെബ്സൈറ്റ് ക്ലോസ് ചെയ്ത് ആർക്കും അപേക്ഷിക്കാൻ പോലും പറ്റാത്ത ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നു. അപ്പൊ കേരള ഗവൺമെന്റ് ഈ വിലസ്ഥിരത ഫണ്ടിൽ നിന്നും ഇനി കർഷകർക്ക് സഹായം കൊടുക്കേണ്ട എന്ന തെറ്റായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. കടുത്തുരുത്തിയിൽ നിന്ന് കോട്ടയം വരെയുള്ള ലോങ് മാർച്ചിൽ ആയിരക്കണക്കിന് കർഷകർ പങ്കെടുത്തു. അമൃത ന്യൂസ്, കോട്ടയം. തൃശൂർ മുണ്ടത്തിക്കോട് വീട് കുത്തിത്തുറന്ന് മോഷണം. 7 പവൻ സ്വർണവും 50,000 രൂപയും കവർന്നു. തയ്യൂർ സ്വദേശി സുരേഷിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. അടുത്ത ചോയ്സ് നോക്കാം. മാതൃകാ കർഷകനായ ഇടുക്കി രാജാക്കാട് സ്വദേശി കൃഷ്ണൻ കണ്ടമംഗലത്തിൻ്റെ കൃഷിയിടം ഒരു കാർഷിക സർവകലാശാല കൂടിയാണ്. 96 ഇനം പച്ചക്കറികളാണ് ഇദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ പരിപാലിക്കുന്നത്. വ്യത്യസ്തമായ കൃഷിരീതികൾ കാണാനും പഠിക്കാനുമായി നിരവധി ആളുകളും കൃഷ്ണൻ്റെ കൃഷിയിടത്തിലേക്ക് എത്തുകയാണ്. തന്നാണ്ട് വിളകളാണെങ്കിലും ഏതെങ്കിലും ഒരു കൃഷി മാത്രം നടത്തിയാൽ പരാജയപ്പെടാൻ സാധ്യതയുണ്ടെന്ന തിരിച്ചറിവാണ് കൃഷ്ണൻ കണ്ടമംഗലത്തിന്റെ വ്യത്യസ്തമായ കൃഷിരീതിക്ക് കാരണം. കപ്പയും വാഴയും പാവലും പരിപാലിക്കുന്നതിനൊപ്പം ഇടവിളയായി 96 ഇനം പച്ചക്കറികളും സമൃദ്ധമായി കൃഷി ചെയ്യുന്നു. കൃഷി പരിപാലനത്തിനും ചെലവിനുമുള്ള പണം ഇടവിളകളിൽ നിന്ന് ലഭിക്കും. വ്യത്യസ്തമായിട്ട് ബീൻസ് തന്നെ 4 ഐറ്റം വെറൈറ്റി ഉണ്ട്. ലണ്ടൻ ബീൻസ് അതിന് പെടും. കുക്കുംബറും ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുക്കുംബറും ചൈനീസ് കാബേജ്, ഗ്രീൻ കോളി ഐറ്റങ്ങൾ ഇവിടെ കൂട്ടിയിട്ടുണ്ട്. മുളക് ഐറ്റം തന്നെ 4 ഐറ്റം, തക്കാളി 4 ഐറ്റം, മെയ്സ് ഐറ്റങ്ങൾ വേറെ 4-5 ഐറ്റം ഉണ്ട്. ചീനിയും കണ്ട് 5-6 ഐറ്റം ഉണ്ട്. മൊത്തം 96 ഐറ്റങ്ങളാണ് നമ്മൾ ഈ വർഷത്തെ കൃഷി വരുന്നത്. നെൽകൃഷി നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയതോടെയാണ് ഹൈറേഞ്ചിലെ കർഷകർ പാടശേഖരങ്ങളിൽ കപ്പയും വാഴയും ഉൾപ്പെടെയുള്ള തന്നാണ്ട് വിളകൾ നട്ടുപരിപാലിക്കാൻ തുടങ്ങിയത്. എന്നാൽ വിളവെടുപ്പ് സമയത്തുണ്ടാകുന്ന വിലയിടിവ് വാഴ, പാവൽ തുടങ്ങിയ കൃഷികൾക്ക് പലപ്പോഴും വെല്ലുവിളിയാകുന്നു. ഈ സാഹചര്യത്തിലാണ് സ്ഥലം പാഴാക്കാതെയുള്ള ഇടവിള കൃഷിയുമായി കൃഷ്ണൻ കണ്ടമംഗലത്ത് രംഗത്തെത്തിയത്. വാഴയ്ക്ക് ഇടവിളയായി കൂർക്ക, മധുരക്കിഴങ്ങ്, എള്ള്, കടുക്, പയർ എന്നിവയാണെങ്കിൽ പാവൽ തോട്ടത്തിൽ സമൃദ്ധമായി വിളയുന്നത് കാബേജും ക്യാരറ്റും ബീട്രൂട്ടും തക്കാളിയുമൊക്കെയാണ്. ഒപ്പം ജമന്തിയും സൂര്യകാന്തി കൃഷിയും പാവൽ തോട്ടത്തിൽ സജീവം. വട്ടവട, മറയൂർ, കാന്തല്ലൂർ പ്രദേശങ്ങൾ കഴിഞ്ഞാൽ ശീതകാല പച്ചക്കറി കൃഷി ഇത്രയും വിപുലമായി നടത്തുന്ന ഇടുക്കി ജില്ലയിലെ ഏക കർഷകൻ കൂടിയാണ് കൃഷ്ണൻ. കൃഷ്ണനും ഭാര്യ രാധയും രാവിലെ 6 മണിക്ക് കൃഷിയിടത്തിലെത്തും. വൈകിട്ട് 6 മണിക്കാണ് മടക്കം. നഷ്ടങ്ങളും അങ്ങനെ ഇതിനിടയ്ക്കുണ്ട്. ഞങ്ങൾക്ക് ഒരു സാമ്പത്തിക സഹായങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ, സർക്കാരിൽ നിന്ന് കിട്ടുവാണെങ്കിൽ അതും ഒരു നേട്ടമാണ്. ഒരു കൃഷി കിട്ടിയാൽ ഒരു കൃഷി പോകുന്ന അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. പിന്നെ ഒരു കൃഷിയെ തന്നെ ആശ്രയിച്ചല്ല ഞങ്ങൾ ജീവിക്കുന്നത്. പല കൃഷി ചെയ്യുന്നുണ്ട്. ഒരു കൃഷി നഷ്ടം വന്നാലും അടുത്ത കൃഷിയിൽ ഒരു നമുക്ക് കിട്ടാൻ പാകത്തിന് പല കൃഷി ചെയ്തു വരുന്നുണ്ട്. മാർഗനിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും നൽകി കൃഷിവകുപ്പും ഇവർക്കൊപ്പമുണ്ട്. കൃഷിവകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് വളപ്രയോഗങ്ങളും കീടപ്രതിരോധവും നടത്തുന്നത്. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. ഇതോടുകൂടി ടോപ്പ് 10 പൂർണ്ണമാകുന്നു. നമസ്കാരം.